ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ പ്ലീസ് ബി മൈ ഫാമിലിയുടെ എപ്പിസോഡ് 20 റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിന് സ്റ്റാർട്ടിംഗ് സീനിൽ വന്ന് സൊങ്ങും സിലിയും കൂടിയിട്ട് നമ്മുടെ മറ്റേ ജിൻഷി എന്ന് പറയുന്ന ലേഡിയെ കാണാനായിട്ട് വരുവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റേ ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഒരു ജ്വല്ലറി. അപ്പോൾ അതിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് വരുന്ന സമയത്ത് നമ്മുടെ ജിൻഷി ആണെങ്കിൽ കുറച്ച് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരോട് ചെന്നിരിക്കുന്ന സമയത്ത് ജിൻഷി പറയുവാണ്, ഞാനും യുവും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ് ചെറുപ്പം മുതലേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു റിയാലിറ്റി ഷോയിൽ അഭിനയിക്കാനും പോകുന്നെന്ന്. അപ്പോൾ ഇവർ ക്ലോസ് ആണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ സിലിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വരും. പക്ഷേ നമ്മുടെ സൊങ്ങ് പറയും, എടി നീ അതൊന്നും കാര്യമാക്കണ്ട, നിനക്ക് നമ്മുടെ യുവിൻ്റെ ക്യാരക്ടർ അറിഞ്ഞൂടെ, അവൾ അങ്ങനെ പലതും പറയും, നീ അത് കാര്യമാക്കണ്ടെന്ന് പറയാം. എന്നിട്ട് ഇൻ്റർവ്യൂറൊക്കെ പോകുമ്പോൾ ഇവർ ചെന്ന് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് ഇവർ പറയാണ് ഞങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യിപ്പിക്കാൻ വന്നതെന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജിൻഷി വന്ന് നമ്മുടെ സിലിയുടെ അടുത്ത് ചോദിക്കുവാണ്, അതെ ഞാൻ വന്ന് ഒരു റിയാലിറ്റി ഷോയിൽ യുവിൻ്റെ കൂടെ അഭിനയിക്കാൻ പോകാനും നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് സിലി പറയുകയാണ്, എനിക്കെന്താ പ്രശ്നം, എനിക്കതിന് പ്രശ്നമൊന്നുമില്ലെന്ന് പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ സൊങ്ങ് പറയാണ്, അതെ നിൻ്റെ കണക്കല്ല അവൾ ഇച്ചിരി ഡീസൻ്റ്, മാത്രമല്ല ഇപ്പോൾ ഇവള് വന്ന് നമ്മുടെ യുവിൻ്റെ വൈഫാണല്ലോ, അതുകൊണ്ട് അവൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് ജിൻഷി പറയാണ് സൊങ്ങിൻ്റെ അടുത്ത്, നീ 3 വർഷം കഴിഞ്ഞ് കണ്ടിട്ട് നിൻ്റെ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ലെന്ന് പറയുന്ന സമയത്ത് അവർ പറയാണ്, കോൺട്രാക്റ്റ് എന്തായാലും വായിച്ചു നോക്കി സൈൻ ചെയ്യ്, ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലിയും അതുപോലെ തന്നെ സൊങ്ങും കൂടി അവർ ഡിസൈനർ സ്റ്റുഡിയോയിൽ ചെന്നിരിക്കുന്ന സമയത്ത് സിലി ഭയങ്കരമായിട്ട് സൊങ്ങിന് താങ്ക്സ് പറയുകയാണ്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയാണ്, നീയും കൂടി സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ വെച്ച് സംസാരിക്കാൻ പറ്റിയെന്ന്. എന്നിട്ട് നമ്മുടെ സൊങ്ങിനൊക്കെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കുമ്പോൾ സൊങ്ങ് പറയാണ്, നീ എൻ്റെ അടുത്ത് അഡ്വാൻറ്റേജ് ഒന്നും എടുക്കാൻ നിൽക്കല്ലേ, ഞാൻ നിൻ്റെ ബോസാണെന്നുള്ള കാര്യം നീ മറക്കാതിരിക്കുമോ നല്ലത്, നീ മാറിയിരുന്നില്ല ഇപ്പം നിന്നെ ഞാൻ ഫയർ ചെയ്യുമെന്ന് പറയുന്ന സമയത്ത് സിലി പറയും, ഫയർ ചെയ്യുമോ അന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കെട്ടിപ്പിടിക്കുക. പിന്നെ അവർ രണ്ടുപേരും കൂടി അടിച്ചു പൊളിച്ച് അവരങ്ങനെ എൻജോയ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് കാണുവാണ് ഈ മറ്റേ ജിൻഷിയും അതുപോലെ തന്നെ യുവും തമ്മിൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന അവർ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എല്ലാവരും ന്യൂസ് സ്പ്രെഡായിട്ട് എല്ലാവരും അറിയണം. അപ്പോൾ ഇതറിയുമ്പോൾ യുവിന് അത് ഇഷ്ടപ്പെടാതെ യു പറയാം, സിലി എടുത്ത് പറയാം, ഞാനിതിൽ അഭിനയിക്കാൻ പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ സിലി പറയും, നീ ആരെ പേടിച്ചാൽ മാറുന്നേ, അതിൻ്റെ കാര്യമൊന്നുമില്ല നിനക്ക്. അതുപോലെ തന്നെ സിലി പറയുവാണ്, നീ ഹൈസ്കൂളിൽ എങ്ങനെയുണ്ടായിരുന്നെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് നീ ഇതൊന്നും മാറാൻ നിൽക്കണ്ട, നീ പങ്കെടുക്ക്, ഞാൻ നിനക്ക് സപ്പോർട്ടായി നിന്നോളാം, എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്ന് പറയാം. സിലി പിന്നെ കുറേ ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് യുവും പിന്നെ നോ ഒന്നും പറയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ യു കൺഫേം ചെയ്തു, കാരണം വെച്ച് കഴിഞ്ഞാൽ സിലി പറഞ്ഞില്ലേ ചെയ്യാൻ, അപ്പോൾ പിന്നെ യുവിന് ഇനി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, സിലിയുടെ മനസ്സ് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് അവനത് കൺഫേം ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് സിലി ടീച്ചർക്ക് ഈ ന്യൂസ് കാണിച്ചു കൊടുക്കുക, യുവും അതുപോലെ തന്നെ ജിൻഷിയും കൂടി റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നുള്ള ന്യൂസ് കാണിക്കുക. അപ്പോൾ ടീച്ചർ പറയണേ, നിനക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ട് അവൻ്റെ മേലെ, അതെ അവൻ്റെ എക്സ് ലവറാണ്, നീ അത് മറക്കാൻ നിൽക്കരുതെന്ന് പറയാം. അപ്പോൾ സിലി പറയണേ, എനിക്ക് എൻ്റെ യുവിനെ ഭയങ്കര വിശ്വാസം, അവൻ അങ്ങനെയൊന്നും പോകത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ ടീച്ചർ പറയണേ, ഓക്കെ നിനക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്നാലും നിൻ്റെ ഒരു കണ്ണുണ്ടായേക്കണം എന്ന് ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അന്ന് ഷൂട്ടിങ്ങിന് അന്ന് നോക്കുമ്പോൾ നമ്മുടെ സിലി വന്നിട്ടില്ല, പകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊങ്ങാണ് അവിടെ എല്ലാ കാര്യം നോക്കി ഇരിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഇവർ ക്ലോസ് ആവുന്നുണ്ട് എല്ലാം നോട്ട് ചെയ്യുന്നത് നമ്മുടെ സൊങ് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഫ്ലാഷ് ബാക്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ജിൻഷിയും അതുപോലെ തന്നെ യുവും കണ്ടുമുട്ടുന്ന ഒരു ലൈബ്രറി വെച്ചിട്ട് അതുപോലത്തെ ഒരു സീനാണ് അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ ജിൻഷി വന്ന് നമ്മുടെ യുവിൻ്റെ അടുത്ത് ക്ലോസ് ആയി വന്നിരിക്കുന്ന പോലത്തെ ഒരു സീനുണ്ട്. അത് കാണുമ്പോൾ സൊങ്ങിനങ്ങ് പിടിക്കത്തില്ല കേട്ടോ. അവൻ ഡയറക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാണ്, അതേ ഓൾറെഡി വൈഫുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിട്ടുള്ളൊരു മോറലല്ലേ എല്ലാവർക്കും കൊടുക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി ഡിസ്റ്റൻസ് ഇതാൻ പറഞ്ഞിട്ട് അവരെ ഓപ്പോസിറ്റ് ഇരുത്താൻ പറയുകയാണ്. അപ്പോൾ ഡയറക്ടറുകളുടെ വാക്കും കേട്ട് അവർ ഓപ്പോസിറ്റ് ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ സൊങ്ങ് വേഗം സിലിയെ വിളിച്ചിട്ട്, എടി നീ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ, അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിനെ ആരെങ്കിലും ഇവിടുന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന സിറ്റുവേഷൻ ആവുമെന്ന് പറയണം. അത് വിളിച്ച് പറയുമ്പോഴേക്കും അപ്പോൾ സിലി അപ്പോഴേക്കും അങ്ങോട്ട് കയറി വരും. അപ്പോൾ സിലിയെ കണ്ടോണ്ട് യു പറയാണ്, ഷൂട്ടിംഗ് ഒക്കെ നിർത്തേണ്ട വൈഫ് വന്ന് അവളുടെ കൂടെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജിൻഷി ഇരിക്കത്തില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ സിലിയെ കൊണ്ടുവന്നിരുത്തിട്ട് അവളടുത്ത് പറയാണ്, ഇന്ന് നല്ല ക്യൂട്ടായിട്ട് ഡ്രസ്സ് ഇട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുക. അപ്പോൾ ഇതൊന്നും കാണുമ്പോൾ ജിൻഷിയെ മൈൻഡ് ചെയ്തിട്ട് പോലും ഇല്ലവൻ. അപ്പോൾ ജിൻഷിക്കാണെങ്കിൽ ഇതൊന്നും കണ്ട് ഒട്ടും സഹിക്കാൻ പറ്റാതെ അവളിങ്ങനെ നോക്കിയിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മുടെ സിലി വന്നിട്ട് സൊങ്ങിൻ്റെ അടുത്ത് പറയാണ്, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ, ഒരു സർപ്രൈസ് ഹെൽപ്പാണ്. സിലി എന്ന് പറയും, പ്ലീസ് ആ പിള്ളേരൊന്ന് ചെന്ന് നോക്കൂ, ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടല്ലേ വരും, അതുവരെ അവർ വിളിച്ചുകൊണ്ട് വരാൻ ആരുമില്ല, പ്ലീസ് സോങ് ഒന്ന് കുറച്ച് നേരം ഞങ്ങൾ വരുന്നവരെ ഒന്ന് മാനേജ് ചെയ്യാൻ ചോദിക്കണം. അപ്പോൾ സോങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പറയാനും പറ്റത്തില്ല, ഇവരുടെ സിറ്റുവേഷൻ ഇതല്ലേ, സിലിയെ അങ്ങോട്ട് പറഞ്ഞു വിടാനും പറ്റില്ല ജിൻഷി ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് ശരിയെന്ന് പറഞ്ഞിട്ട് അവൾ പോവാണ്. അപ്പോൾ പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി സെക്രട്ടറിയും വിളിച്ചുകൊണ്ടാണ് പോകുന്നത്, നമ്മുടെ യുവിൻ്റെ സെക്രട്ടറിയും വിളിച്ചുകൊണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കുട്ടിച്ചെറുക്കനും കുഞ്ഞിപ്പെണ്ണിനും ആരെ ഇഷ്ടമല്ല, നമ്മുടെ സോങ്ങിനെ ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കുട്ടിച്ചെറുക്കൻ പറയും ഞാൻ വരത്തില്ലെന്ന് പറയണം. അപ്പോൾ നമ്മുടെ സോങ് വന്ന് അവളുടെ വീട്ടിലേക്ക് പിള്ളേരെ കൊണ്ടുവന്നത്, അവിടെ ചെല്ലുമ്പോൾ വീടിനകത്ത് കയറാതെ കുട്ടിച്ചെറുക്കൻ വന്ന് അതും പിടിച്ചുകൊണ്ട് പറയാണ്, സെക്രട്ടറി അങ്കിൾ
സെക്രട്ടറി അങ്കിൾ ഞാൻ പോകത്തില്ല, ഈ പിശാചിൻ്റെ അടുത്തൊന്നും എനിക്ക് പോയി നിൽക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് എങ്ങനെയൊക്കെയോ പിള്ളേർ നിർബന്ധം പിടിച്ചിട്ട് അവൾ അകത്തോട്ട് കയറ്റുവാണ്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഒരു എന്താ പറയുന്നത് ബില്ലിയാർഡ് ബോൾ കളിക്കുന്ന ആ ഒരു ഇതുണ്ട്, കോർട്ടുണ്ട്, അതിൻ്റെ അവിടെയാണ് അടുത്ത ഷൂട്ടിങ്. അപ്പോൾ അവിടെയുള്ള ഓരോ ആൾക്കാർ പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആ ഷൂട്ടിംഗ് സ്ഥലം എല്ലാം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിലി. ആ സമയത്ത് ജെൻഷി വന്നിട്ട് പറയാണ്, നീ ഇവിടെ ഇനി അധികം നേരം നിൽക്കാതിരിക്കുമോ നല്ലത്, കാരണം ഞങ്ങളുടെ പണ്ടത്തെ മെമ്മറീസ് എല്ലാം ഉള്ളത്, പാസ്റ്റിലെ മെമ്മറീസ് എല്ലാം ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ യുവിന് അതെല്ലാം ഓർമ്മ വരാനും നിന്നെ റിജക്റ്റ് ചെയ്യാനും ചാൻസ് ആണ്, നീ അധികം നേരം ഇവിടെ നിൽക്കാതിരിക്കുക, പോകാൻ നല്ലതെന്നൊക്കെ പറയുന്ന സമയത്ത് സിലി പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡിനെ എനിക്കറിയാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിയാലിറ്റിയിൽ എന്താ ഞാനല്ലേ ഉള്ളത്, അത് മാത്രം നോക്കിയത്, പാസ്റ്റിലെ കാര്യമൊക്കെ അദ്ദേഹം എന്നേ മറന്നെന്ന് പറയണം. അപ്പോൾ ജിൻഷി ഇത്രയും പറഞ്ഞിട്ട് ഒരു വിലയില്ലാത്തതുകൊണ്ട് ജിൻഷി അവിടെ നിന്ന് പോകണം. അങ്ങനെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ജിൻഷി വന്ന് യുവിനെ പ്രപ്പോസ് ചെയ്ത്. അപ്പോൾ തന്നെ യു വന്ന് അവളുടെ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവം നടന്നത്. പക്ഷേ യുവിന് ഇതൊന്നും മനസ്സിലില്ല, അവൻ എങ്ങനെ വന്നോ കളിച്ചോ പോയോ ആ ലെവലിലാണ് അവൻ നിൽക്കുന്നത്. പക്ഷേ ജിൻഷി അങ്ങനെയല്ല, ജിൻഷിക്ക് ഈ പഴയ മെമ്മറീസ് എല്ലാം വന്ന് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ കളിച്ച് ലാസ്റ്റ് ഇവൾക്ക് കൈ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ഡയറക്ടർ പറയും ഷൂട്ടിംഗ് ശരിയാവുന്നില്ല, നമുക്ക് പാക്കപ്പ് ചെയ്തിട്ട് നാളെ ഷൂട്ടിംഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോവാണ്. അപ്പോൾ സോങ് ആണെങ്കിൽ ഇരുന്നിട്ട് ഇനി സോങ്ങിനെ കാണിക്കുവാണെങ്കിൽ സോങ് ഇരുന്ന് ഗൂഗിൾ ചെയ്തുകൊണ്ട് നോക്കുക കേട്ടോ, 5 വയസ്സുള്ള പിള്ളേരെ എങ്ങനെ മേക്കാം, അവരെത്ര ഹാപ്പി ആയി കൊണ്ടുനടക്കാം, അവർ വാശി പിടിപ്പിക്കാതെ എങ്ങനെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പാവം ഇരുന്ന് ഗൂഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്ക് അറിയത്തില്ല പിള്ളേരെ ഡീൽ ചെയ്യാൻ. ആ സമയത്ത് കുഞ്ഞു പെണ്ണ് പറയും, എന്താണ് എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും തരാൻ പറയുന്ന സമയത്ത് ഇവൾ പോയിട്ട് ഒരു ബ്രെഡല്ല അങ്ങനെ എന്തൊരു സ്നാക്ക് എടുത്തു കൊണ്ടുവന്ന് കൊടുക്കും. പക്ഷേ അത് ഇവൾ കഴിക്കാൻ നിൽക്കുന്ന സമയത്ത്, കുഞ്ഞു പെണ്ണ് കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് സോങ് പറയും, ഇങ്ങനെയാണോ പിള്ളേർ കാണിക്കുന്നത്, നമ്മൾ കഴിക്കുമ്പോഴേ മറ്റുള്ളവർക്ക് ഇച്ചിരി കൊടുത്തിട്ട് വേണം കഴിക്കാമെന്ന് പറയുന്ന സമയത്ത് ഇവൾ കൊടുക്കും, സോങ്ങിന് കൊടുക്കും. സോങ്ങാണെങ്കിൽ അത് ഫുള്ളും കഴിക്കുമ്പോൾ കുഞ്ഞുപെണ്ണ് കരയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവളെന്ന് പറയാം, നിൽക്ക് വെയിറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാം കുക്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അവൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെക്കും കേട്ടോ. കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുമ്പോഴാണെങ്കിൽ നീല കളർ സൂപ്പ്. അപ്പോൾ സെക്രട്ടറി ഇല്ലേ, നമ്മുടെ യുവിൻ്റെ സെക്രട്ടറി പറയണേ, ഞാൻ പിന്നെ കഴിച്ചാൽ പോരെ, നിങ്ങളെല്ലാവരും കഴിക്കും, ഞാൻ പിന്നെ കഴിക്കാമെന്ന്. അപ്പോൾ സോങ് മര്യാദയ്ക്ക് ഇപ്പോൾ എല്ലാവരും കൂടെ കഴിച്ചോണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവമാണെന്ന് പറയാം. അപ്പോൾ സെക്രട്ടറി ഇച്ചിരി സൂപ്പ് എടുത്ത് കഴിച്ച് നോക്കിയതിന് ശേഷം പറയും, നല്ല ഡെലീഷ്യസ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. പറയും, നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാൻ മാത്രമേ കൊള്ളാതുള്ളൂ, നല്ല ടേസ്റ്റ് എന്ന് പറയാം. അതുപോലെ കുഞ്ഞിപ്പെണ്ണും കഴിച്ചിട്ട് പറയുകയാണ്, എന്തായാലും എൻ്റെ അമ്മയൊക്കെ സൂപ്പർ കുക്ക് ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സോങ്ങിനെ അങ്ങ് പൊഴുത്തുക. അത് കഴിഞ്ഞ് ഓക്കെ അതുവരെ ലെവലായി. അത് കഴിഞ്ഞ് സോങ്ങാണെങ്കിൽ അവൾ ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെക്രട്ടറി വന്ന് അവിടെയുള്ള പ്ലേറ്റ് ഒക്കെ ക്ലീൻ ചെയ്യുക. പിള്ളേരാണെങ്കിൽ അവിടെ അട്ടഹാസം കാണിക്കുക, ചാടി മറിയുന്ന, തലോണയുള്ള പഞ്ഞിയെടുത്ത് കളിക്കുന്ന. സോങ്ങിനൊന്നും ഇഷ്ടമല്ല കേട്ടോ, അവളുടെ അപ്പുറത്തും ഇപ്പുറത്തും ചാടി കളിക്കുന്ന. അവൾക്കാണെങ്കിൽ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവൾ അവസാനം പ്രാന്തി കണക്കായിരിക്കുന്ന സമയത്ത് നമ്മുടെ സിലിയും അതുപോലെ യുവും കൂടി പിള്ളേരെ വിളിച്ചുകൊണ്ട് വരാൻ വരുവാണ്. എൻ്റെ സിലി ചോദിക്കുവാണേ, അല്ല പിള്ളേർ കുറുമ്പൊന്നും കാണിച്ചില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ സോങ് പറയണേ, ഇനി മേലാക്കി 2 കുട്ടിച്ചാത്തന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോരുത്, പിന്നെ നിങ്ങൾ 4 പേര് എൻ്റെ വീട്ടിൽ ഇനി കാലുകുത്തി ഞാൻ നിങ്ങൾ കൊന്നു കളയുന്നു പറഞ്ഞിട്ട് വാതിലടച്ചുകൊണ്ട് പോകുക കേട്ടോ. ഇത് കണ്ടുകൊണ്ട് ഇവരെല്ലാം ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.